പെരിയ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വിധി ഇപ്പോഴും വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വിധിയെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, CBI ഈ കേസ് ഏറ്റെടുക്കുകയും അവർ ആദ്യം മുതൽ ശ്രമിക്കുകയും ചെയ്തത് CPIM ഗൂഢാലോചന നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഇരട്ടക്കൊലപാതകം നടന്നു എന്നാണ്. ഞങ്ങളത് അന്നേ നിഷേധിച്ചതാണ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തുന്നതെന്നും അവിടെയുണ്ടായ ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷം, 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവമല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. ഇന്നും അത് തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയാനുള്ളത്. കാരണം CBIയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഗൂഢാലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നല്ല, അത് അസന്നിഗ്ധമായിട്ടല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. 5 കൊല്ലം ശിക്ഷിച്ച കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിൻ്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പോലീസ് അന്വേഷണത്തിന് സഹായിക്കുക ചെയ്തിട്ടുള്ളത്. അത് തടസ്സപ്പെടുത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിധി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള വിധി വന്നത്. തീർച്ചയായും ആ സംബന്ധിച്ചെല്ലാമുള്ള വിധി ന്യായങ്ങളെല്ലാം പരിശോധിച്ച്, ഇത് അവസാനത്തെ വാക്കല്ലല്ലോ, തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIMനെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. പോലീസ് കണ്ടെത്തിയതിലും കൂടുതലായി CBIക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് പോലീസ് പറഞ്ഞത് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ പറഞ്ഞത്. അതിന് പുറമെ രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അവരെ ആ കേസിൻ്റെ ഭാഗമാക്കാൻ അവർ സാധിച്ചിട്ടുമില്ല. അതിന് വേറെ ചില വകുപ്പുകളാണ് അവർ ഉപയോഗിച്ചത്. അതാണ് അത് സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സഖാക്കളെ സംബന്ധിച്ചും ബാക്കി ഞങ്ങൾ അന്നേ നടപടി സ്വീകരിച്ചതാണ്. ശരിയല്ലാത്ത നിലപാടായിരുന്നു എന്ന് പറയുക മാത്രമല്ല, അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നടപടി അന്നേ സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് മുമ്പേ ഉള്ള നിലപാട് തന്നെയാണ്. നേരെമറിച്ച് CBI രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ അകത്ത് പ്രതിയാക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഫലപ്രദമായിട്ട് ഈ മുമ്പോട്ടേക്ക് പോകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഉയർന്ന കോടതികളുണ്ട്. ആ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. MV ഗോവിന്ദന്റെ പ്രതികരണമാണ് പെരിയ കേസിലെ വിധിക്ക് ശേഷം വരുന്നത്. പാർട്ടി നേതൃത്വത്തിന് ഇതിൽ പങ്കില്ല. CBI രാഷ്ട്രീയമായി നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് CPIMന്റെ നേതാക്കളെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത്. മേൽക്കോടതിയിലേക്ക് പോകുമെന്ന സൂചന കൂടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിധിക്ക് ശേഷം നൽകുന്ന പ്രതികരണം.